നമസ്കാരം, ഞാൻ പ്രസന്നൻ പളവം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമനാട്ടുകരയിലെ സ്വാഭിമാൻ സംഗമത്തിന്റെ വേദിയിലാണ്. കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ട് ധർമ്മജാഗരൺ സമന്വയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറേയേറെ സംഘ പ്രവർത്തകര് അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നിവിടെ അരങ്ങേറുന്ന ഈ വലിയ സമ്മേളനം തന്നെ. കഴിഞ്ഞ വർഷം തുടക്കമിട്ട ഈ ഹൈന്ദവ സംഗമം വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഈ രാമനാട്ടുകരയെ ലോകമടയാളപ്പെടുത്തുവാൻ പോകുന്നത് സ്വാഭിമാൻ സംഗമത്തിലൂടെ ആയിരിക്കും എന്നതിൽ തർക്കമില്ല. വണ്ടൂർ ആഞ്ജനേയ ആശ്രമത്തിൽ നിന്നും പുറപ്പെടുന്ന രഥയാത്രയ്ക്കുള്ള സ്വീകരണവും ഈ വേദിയിൽ ഒരുക്കി എന്നുള്ളതാണ്. അർച്ചനയും പൊതുസമ്മേളനവും ശ്രീരാമ രഥയാത്രയ്ക്കുള്ള സ്വീകരണവും അതുപോലെ തന്നെ അമ്മമാരുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഒക്കെ ഈ പരിപാടിക്ക് മാറ്റുകൂട്ടി. നമുക്കെന്തായാലും ആ പരിപാടിയെ കുറിച്ച് നമുക്കൊന്ന് കാണാം. സീതാ കല്യാണ വൈഭോഗമേ. നമ്മുടെ ധർമ്മം എപ്പോഴൊക്കെ ആപത്തുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ ആചാര്യന്മാർ മുൻകൈയെടുത്ത് ലോകത്ത് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ജിഹാദുകളെയും പരീക്ഷിക്കുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചുതിരുത്തായി കേരളം മാറുമ്പോൾ ലോകം മുഴുവൻ പ്രത്യാശയോടുകൂടി ആദരവോടെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കും ഭാരതീയ ധർമ്മത്തിലേക്കും നമ്മുടെ ആശയങ്ങളിലേക്കുമാണ്. സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിലെ ഉപനിഷത്തിന്റെ മന്ത്രം ഭാരതത്തിന്റെ മന്ത്രമായി മുദ്രാവാക്യമായി ആധുനിക ഇന്ത്യയുടെ മുദ്രാവാക്യമായി എന്തിനാ ഉപനിഷത്തിന്റെ മന്ത്രമെടുത്തത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കൂ. ഈ ഭരണഘടനയെ കുറിച്ച് വാചാലരാകുന്നവരോട് വായാടിത്തം കാണിക്കുന്നവരോട് പറയുക, സുഹൃത്തെ, എന്തിനാ ഭാരതത്തിന്റെ മതേതര ഭാരതത്തിന്റെ മുദ്രാവാക്യമായി എന്തിനാണ് ഉപനിഷത്തിന്റെ മന്ത്രം എടുത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു വിട്ടാൽ പോരാ. ഒന്ന് തെരഞ്ഞെടുക്കുവാൻ ശ്രമമുണ്ടായത് വണ്ടൂർ ചെറുനാട് പ്രദേശത്ത് വണ്ടൂർ ചെറുകോട് എന്ന ദേശത്ത് 4 വർഷം മുമ്പ് സമാരംഭം കുറിച്ച ആഞ്ജനേയാശ്രമം, ആ ആശ്രമത്തിന്റെ 5ാമത് രഥയാത്രയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരാൽ 105 വർഷം മുമ്പ് സമാരംഭം കുറിച്ച ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്ന് നീലകണ്ഠ ഗുരുപാദരുടെ മഹാസമാധിയിൽ നിന്ന് കൊളുത്തിയ ഭദ്രദീപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആദ്യമായിട്ട് രഥയാത്ര നടത്തുകയും ആ രഥയാത്രയിൽ കൊണ്ടുവന്ന കിടാവിളക്ക് ചെറുകോടാഞ്ജനേയ ആശ്രമത്തിന്റെ കിടാവിളക്കായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടാണ് ആശ്രമം സ്ഥാപിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും രാമനവമിയുടെ ഭാഗമായിട്ട്, രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെറുകോടാശ്രമത്തിൽ നിന്നും ഭദ്രദീപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമ സീത ആഞ്ജനേയ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ക്ഷേത്രമായിക്കൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിച്ച് രാമനവമി ദിനത്തിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ആഹ്ലാദവുമെല്ലാം ഒരുമിച്ച് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ വേദിയിൽ സൂചിപ്പിച്ച പോലെ ഹിന്ദുവിന് നേരെ നടക്കുന്ന ബോധപൂർവമായ അപകീർത്തി ശ്രമങ്ങൾക്കെതിരെ ഹിന്ദു സംഘടിക്കാനും Surah
പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ? 1000 നാവുള്ള നന്ദനും വന്നിച്ച് കൊല്ലുവാൻ ഒത്തിടുമോ? ആരന്റെ കണ്ടത്തിലെ ആരണ്ട കൊത്തണത്, ആരന്റെ തെങ്ങുമേല് ആരണ്ട ചെത്തണത്, നല്ല ചങ്കാവിലെ കോര. വരും കാലങ്ങളിലും ഇതുപോലെയുള്ള സമ്മേളനം കൊണ്ട്, ഈ ഹൈന്ദവ സമ്മേളനം കൊണ്ട്, അല്ലെങ്കിൽ സ്വാഭിമാൻ സമ്മേളനം കൊണ്ട് ഈ രാമനാട്ടുകരയും ധന്യമാകട്ടെ. ഈ ചരിത്രത്തിന്റെ താളുകളിൽ രാമനാട്ടുകര ഇടം പിടിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം, ജയ് ശ്രീറാം.